നാക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇതിൻ്റെ ഒരു ഗ്രേഡിംഗ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ബ്രോഷർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും നാക് A+ അല്ലെങ്കിൽ A എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്കറിയോ? ഇതൊരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേഡ് ഇട്ട് തരത്തില്ലേ? അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് ഒരു ഗ്രേഡ് കിട്ടുകയാണ്. അത് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉള്ളത് കേട്ടോ. ഇതൊരു നാഷണൽ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ പല കാര്യങ്ങൾ അവർ മുഖവിലേക്ക് എടുക്കാറുണ്ട്. അതിപ്പോൾ ലേണിംഗ് പ്രോസസ്സുകളായിരിക്കാം, റിസർച്ച് ആയിരിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം, ഗവേണൻസ് ആയിരിക്കാം, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളിലൂടെ എല്ലാം ഇവർ ഈ സ്ഥാപനത്തിന് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഇതിന് പോയിന്റുകൾ ഇടും. അവസാനം ഈ പോയിന്റുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഫൈനൽ ഗ്രേഡ് അവർക്ക് ഉണ്ടാവും. ഇതിൽ ഏറ്റവും സൂപ്പർ ഗ്രേഡ് എന്ന് പറയുന്നത് നാക് A++ എന്ന് പറയും. പിന്നെ നാക് A+ ഉണ്ട്, നാക് A ഉണ്ട്, പിന്നെ B++, B+B, പിന്നെ CD. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ നാക് ഗ്രേഡിംഗ് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും അത് നടത്തുന്ന ഒരു രീതിയും ഒക്കെ എത്ര നല്ലതാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സംഭവം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.